ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ, ക്രിമിനൽ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രൈം ലാബുകളിലോ പോലീസ് സ്റ്റേഷനുകളിലോ സിനിമകളിലോ മാത്രമുള്ളതാണെന്ന് മിക്ക ആളുകളും കരുതുന്ന ഒരു വിഷയം. എന്നാൽ വാസ്തവത്തിൽ ഇത് ഓരോ പൗരൻ്റെയും ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോറൻസിക് സയൻസ്, സൈബർ ഫോറൻസിക് എന്നിവയാണ് വിഷയം. കൂടാതെ പോസ്റ്റ്മോർട്ടം, ഓട്ടോപ്സി, ബയോപ്സി, ഫോറൻസിക് പരിശോധന തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചും ഇവിടെ വിശദീകരിക്കാം. ഒരു ലളിതമായ ആശയത്തിൽ നിന്നും ആരംഭിക്കട്ടെ. ഒരു കുറ്റകൃത്യം സംഭവിക്കുമ്പോഴെല്ലാം എല്ലായ്പ്പോഴും രണ്ട് പതിപ്പുകളുണ്ട്. ആളുകൾ പറയുന്ന കഥയും തെളിവുകളിലൂടെ പറയുന്ന കഥയും. തെളിവുകളുടെ പറഞ്ഞ കഥ കേൾക്കാൻ കോടതിയെ അനുവദിക്കുന്നത് ഫോറൻസിക് ശാസ്ത്രമാണ്. ഫോറൻസിക് എന്ന വാക്കിൻ്റെ അർത്ഥം കോടതിയിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒന്ന് എന്നാണ്. അതിനാൽ ഫോറൻസിക് സയൻസ് എന്നത് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനും കോടതിക്ക് മുന്നിൽ വിശ്വസനീയമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശാസ്ത്രീയ രീതികളുടെ പ്രയോഗമല്ലാതെ മറ്റൊന്നുമല്ല. അത് സംശയത്തിനെ തെളിവാക്കി മാറ്റുന്നു. ഫോറൻസിക് സയൻസ് ഒറ്റ വിഷയമല്ല, മറിച്ച് ഒന്നിലധികം പ്രത്യേക വിഷയങ്ങളുടെ സംയോജനമാണ്. മരണകാരണം നിർണ്ണയിക്കുന്ന ഫോറൻസിക് പത്തോളജി, DNA വിശകലനവും തിരിച്ചറിയലും ഉൾപ്പെടുന്ന ഫോറൻസിക് ബയോളജി, വിഷം, മയക്കുമരുന്ന്, രാസവസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഫോറൻസിക് കെമിസ്ട്രി, തോക്കുകളും ബുള്ളറ്റുകളും പഠിക്കുന്ന ബാലിസ്റ്റിക്, അതുല്യമായ പാറ്റേണുകളെ അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയുന്ന വിരലടയാള വിശകലനം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകളിൽ ഒന്നായ സൈബർ ഫോറൻസിക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുറ്റകൃത്യം നടന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുനർനിർമ്മിക്കുന്നതിൽ ഈ ശാഖകൾ ഓരോന്നും ഒരു പങ്ക് വഹിക്കുന്നു. ഏതൊരു ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിലും ഫോറൻസിക് ശാസ്ത്രം ഇത്ര പ്രാധാന്യമറിയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. എല്ലാ ക്രിമിനൽ കേസുകളിലും ആത്യന്തിക ലക്ഷ്യം സിദ്ധാന്തത്തിൽ വളരെ ലളിതവും എന്നാൽ പ്രായോഗികമായി വളരെ സങ്കീർണവുമാണ്: സത്യത്തിൽ എത്തിച്ചേരുക. എന്നാൽ സത്യം വളരെ അപൂർവമായി മാത്രമേ വ്യക്തമാകൂ. ഇത് എല്ലായ്പ്പോഴും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന ഒന്നല്ല. ഇത് പലപ്പോഴും മറച്ചു വയ്ക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യുന്നു. സംഭവങ്ങളുടെ മാനുഷിക പതിപ്പുകൾ വ്യത്യസ്തമായിരിക്കാം. സാക്ഷികൾ പരസ്പര വൈരുദ്ധ്യം പ്രകടിപ്പിച്ചേക്കാം. പ്രതികളായ വ്യക്തികൾക്ക് പങ്കാളിത്തം നിഷേധിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രസ്താവനകളെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല. അത് കൂടുതൽ വിശ്വസനീയവും വസ്തുനിഷ്ഠവും കൂടുതൽ ശാസ്ത്രീയമായ ഒന്നിനെ ആശ്രയിച്ചിരിക്കണം. അവിടെയാണ് ഫോറൻസിക് ശാസ്ത്രം അനിവാര്യമാവുന്നത്. ഫോറൻസിക് സയൻസ് നിശബ്ദവും എന്നാൽ ശക്തവുമായ സാക്ഷിയായി പ്രവർത്തിക്കുന്നു. വിരലടയാളങ്ങൾ, DNA അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ എന്നിവയിലൂടെ പ്രതികളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ദൃക്സാക്ഷികളില്ലാത്തപ്പോൾ പോലും ഇത് ഒരു വ്യക്തിയെ കുറ്റകൃത്യം നടന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു. സംഭവങ്ങളുടെ ക്രമം സ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നു. ആദ്യം എന്താണ് സംഭവിച്ചത്, അതിനുശേഷം എന്താണ് സംഭവിച്ചത്, കുറ്റകൃത്യം എങ്ങനെ സംഭവിച്ചു. പല കേസുകളിലും ഇതിന് ഉദ്ദേശ്യം സൂചിപ്പിക്കാൻ പോലും കഴിയും. ഉദാഹരണത്തിന്, ഒരു പരിക്ക് ആകസ്മികമാണോ അതോ മനഃപൂർവ്വം ഏൽപ്പിച്ചതാണോ എന്ന് തെറ്റായ ശിക്ഷാവിധികൾ തടയുന്നു എന്നതാണ് ഫോറൻസിക് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുകളിൽ ഒന്ന്. വ്യക്തികളെ തെറ്റായി കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്ത നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് DNA തെളിവുകൾ അവർ നിരപരാധികളാണെന്ന് തെളിയിച്ചു. ഫോറൻസിക് ശാസ്ത്രം പ്രോസിക്യൂഷനുള്ള ഒരു ഉപകരണം മാത്രമല്ലെന്നും നിരപരാധികൾക്കുള്ള ഒരു സംരക്ഷണമാണെന്നും ഇത് കാണിക്കുന്നു. നീതി സംശയത്തിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെയോ
അനുമാനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പരിശോധിക്കാവുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഉറപ്പാക്കുന്നു. ആധുനിക സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ സൈബർ ഫോറൻസിക്കിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം നമുക്ക് അവഗണിക്കാനാവില്ല. ഇന്ന് മിക്കവാറും എല്ലാ വ്യക്തികളും മൊബൈൽ ഫോൺ കൈവശം വയ്ക്കുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഏർപ്പെടുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുന്നു. അത്തരം ഓരോ പ്രവർത്തനവും ഡിജിറ്റൽ കാൽപ്പാടുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അടയാളം അവശേഷിപ്പിക്കുന്നു എന്നതാണ് പലരും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത്. നിയമപരമായ സ്വീകാര്യമായ രീതിയിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ തിരിച്ചറിയുന്നതിനും ശേഖരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ശാസ്ത്രീയ പ്രക്രിയയാണ് സൈബർ ഫോറൻസിക്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, ഇമെയിലുകൾ, സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, CCTV റെക്കോർഡിങ്ങുകൾ, GPS ഉപകരണങ്ങൾ, ക്ലൗഡ് അധിഷ്ഠിത സംഭരണ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റയും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സന്ദേശമോ ഫയലോ ഒരിക്കൽ ഇല്ലാതാക്കിയാൽ അത് എന്നേക്കുമായി ഇല്ലാതാകും എന്നതാണ് പൊതുജനങ്ങൾക്കിടയിൽ പൊതുവായ ഒരു തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ ഇല്ലാതാക്കൽ പലപ്പോഴും ഡാറ്റയിലേക്കുള്ള ദൃശ്യമായ പ്രവേശനം മാത്രമേ നീക്കം ചെയ്യുന്നുള്ളൂ. അടിസ്ഥാന ഡാറ്റ ഇപ്പോഴും നിലനിൽക്കുകയും പ്രത്യേക ഫോറൻസിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീണ്ടെടുക്കുകയും ചെയ്യാം. വിദഗ്ധർക്ക് ടൈം ലൈനുകൾ പുനർനിർമ്മിക്കാൻ കഴിയും. ആരാണ് ആരുമായി ഏത് സമയത്ത് ഏത് സ്ഥലത്ത് നിന്ന് ഏത് ഉപകരണം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയെന്നത് ഡിജിറ്റൽ സ്വഭാവം പുനർനിർമ്മിക്കാനുള്ള ഈ കഴിവ് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. ഇത് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് ചില പ്രായോഗിക സാഹചര്യങ്ങൾ പരിഗണിക്കാം. ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനം കേസിൽ വാട്സപ്പ് ചാറ്റുകൾ, കോൾ റെക്കോർഡിങ്ങുകൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ പോലും തുടർച്ചയായ ദുരുപയോഗത്തിൻ്റെയോ ഭീഷണികളുടെയോ നിർണായക തെളിവായി വർത്തിക്കും. ഒരു കൊലപാതക അന്വേഷണത്തിൽ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ഡാറ്റ കുറ്റകൃത്യം നടന്ന സ്ഥലത്തോ സമീപത്തോ സ്ഥാപിക്കാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും തെറ്റായ അവകാശവാദത്തിന് നേരിട്ട് വിരുദ്ധമാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഡിജിറ്റൽ ഇടപാട് പാതകൾ, IP വിലാസങ്ങൾ, ലോഗിൻ ചരിത്രങ്ങൾ എന്നിവ പണത്തിൻ്റെ സഞ്ചാരം കണ്ടെത്താനും അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയാനും സഹായിക്കും. സിവിൽ തർക്കങ്ങളിലോ ചെറിയ ക്രിമിനൽ കേസുകളിലോ പോലും ഒരൊറ്റ ഇമെയിൽ അല്ലെങ്കിൽ സന്ദേശം ഫലത്തെ ഗണ്യമായി മാറ്റാൻ കഴിയും. സൈബർ ഫോറൻസിക് ഇനി ഓപ്ഷണൽ അല്ലെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു. ഇത് ആധുനിക അന്വേഷണത്തിൻ്റെ അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഘട്ടം ഘട്ടമായി ഫോറൻസിക് സയൻസ് ഒരു ക്രിമിനൽ കേസുമായി എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്നതിലൂടെ കടന്നുപോകാം. പ്രഥമ വിവര റിപ്പോർട്ടായ FIR രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടെയാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രതി കുറ്റക്കാരനാകുമെന്ന് വ്യാപകമായ തെറ്റിദ്ധാരണയുണ്ട്. ഇത് തെറ്റാണ്. ഒരു FIR ഒരു അന്വേഷണത്തിൻ്റെ ആരംഭ പോയിൻ്റ് മാത്രമാണ്. ഇത് ക്രിമിനൽ നിയമത്തെ പ്രവർത്തനക്ഷമമാക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്ന് കുറ്റകൃത്യം നടന്ന സ്ഥലം കൈകാര്യം ചെയ്യുക എന്നതാണ്. പഞ്ചനാമ എന്നും അറിയപ്പെടുന്ന മഹസർ എന്ന ആശയത്തിലേക്ക് ഇത് നമ്മെ എത്തിക്കുന്നു. സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തയ്യാറാക്കുന്ന വിശദമായ രേഖാമൂലമുള്ള രേഖയാണ് മഹസർ. നിരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ശരീരത്തിൻ്റെ സ്ഥാനം, വസ്തുക്കളുടെ സ്ഥാനം, രക്തക്കറകളുടെ സാന്നിധ്യം, ആയുധങ്ങൾ, പോരാട്ടത്തിൻ്റെ അടയാളങ്ങൾ, ചുറ്റുപാടുകളുടെ പൊതുവായ അവസ്ഥ എന്നിവ ഇത് രേഖപ്പെടുത്തുന്നു. ഈ രേഖയുടെ പ്രാധാന്യം അമിതമായി പറയാൻ കഴിയില്ല. കാരണം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മനഃപൂർവ്വം മാറ്റം വരുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായ കൃത്യതയോടെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ പുനർനിർമ്മിക്കുന്നത് അസാധ്യമാണ്. മഹസർ ആ നിർണായക നിമിഷത്തിലെ രംഗത്തിൻ്റെ ഒരു സ്നാപ്ഷോട്ടായി വർത്തിക്കുന്നു. എന്നിരുന്നാലും സമൂഹത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഒരു കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര അറിവ് ഇല്ലാത്തതാണ്. കൗതുകമോ ഉത്കണ്ഠയോ കാരണം ആളുകൾ ചുറ്റും ഒത്തുകൂടുന്നു. ഈ സമയത്ത് അവർ ക്രൈം സീനിലുള്ള വസ്തുക്കൾ സ്പർശിക്കുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, ചിലപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ നീക്കം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നിർണായക തെളിവുകൾ നശിപ്പിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വിരലടയാളം തുടച്ചു നീക്കാം, കാൽപ്പാടുകൾ തകരാറിലാക്കാം, രക്തക്കറ മലിനമാക്കാം, ഒരു ചെറിയ അസ്വസ്ഥത പോലും
കോടതിയിൽ ന്യായമായ സംശയം സൃഷ്ടിക്കും. അതിനാൽ കുറ്റകൃത്യ രംഗങ്ങളിൽ ഇടപെടാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള പൊതു അവബോധം വളരെ പ്രധാനമാണ്. രംഗം രേഖപ്പെടുത്തിയതിന് ശേഷം അടുത്ത ഘട്ടം തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. ഇത് വളരെ സാങ്കേതികമായ ഒരു പ്രക്രിയയാണ്. അത് കൃത്യതയോടെ നടപ്പാക്കണം. ഓരോ തെളിവും അത് രക്തം അല്ലെങ്കിൽ മുടി പോലുള്ള ജൈവ വസ്തുക്കളോ ആയുധങ്ങൾ പോലുള്ള ഭൗതിക വസ്തുക്കളോ ആകട്ടെ ശ്രദ്ധാപൂർവം ശേഖരിക്കുകയും ശരിയായ ലേബൽ ചെയ്യുകയും സുരക്ഷിതമായി സീൽ ചെയ്യുകയും കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ഈ മുഴുവൻ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ചെയിൻ ഓഫ് കസ്റ്റഡി എന്നറിയപ്പെടുന്നു. ആരാണ് തെളിവുകൾ കൈകാര്യം ചെയ്തത്, എപ്പോൾ കൈകാര്യം ചെയ്തു, എങ്ങനെ സംഭരിച്ചു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തു എന്നതിനെ വ്യക്തവും തുടർച്ചയായതുമായ റെക്കോർഡുണ്ടെന്ന് COC ഉറപ്പാക്കുന്നു. ഈ ശൃംഖലയിൽ എന്തെങ്കിലും തകരാറോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാമെന്നും കോടതി അതിനെ ആശ്രയിക്കാൻ വിസമ്മതിച്ചേക്കാമെന്നും പ്രതിഭാഗം വാദിക്കാം. അതിനാൽ തെളിവുകളുടെ സമഗ്രത നിലനിർത്തുന്നത് തികച്ചും നിർണായകമാണ്. അസ്വാഭാവികമോ സംശയാസ്പദമോ ആയ മരണം ഉൾപ്പെടുന്ന കേസുകളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നു. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വൈകാരികമോ മതപരമോ സാംസ്കാരികമോ ആയ ആശങ്കകൾ പലപ്പോഴും ഉണ്ടെങ്കിലും നിയമപരവും ശാസ്ത്രീയവുമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നിർണായക ഘട്ടങ്ങളിലൊന്നാണിത്. പോസ്റ്റ്മോർട്ടത്തിന് മരണത്തിൻ്റെ കൃത്യമായ കാരണം വെളിപ്പെടുത്താൻ കഴിയും. ശരിയായ പോസ്റ്റ്മോർട്ടം ഇല്ലെങ്കിൽ നരഹത്യയുടെ പല കേസുകളും അപകടങ്ങളോ ആത്മഹത്യകളോ ആയി തെറ്റിദ്ധരിക്കപ്പെടാം. ഇത് ഗുരുതരമായ അനീതിയിലേക്ക് നയിക്കുന്നു. തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ വിശദമായ വിശകലനത്തിനായി ഫോറൻസിക് ലാബറട്ടറികളിലേക്ക് അയക്കും. വിദഗ്ധർ വിശദമായ ഫോറൻസിക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അവ അന്വേഷണ അധികാരികൾക്ക് സമർപ്പിക്കുകയും പിന്നീട് വിദഗ്ധ തെളിവുകൾക്കായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം, ഓട്ടോപ്സി, ബയോപ്സി, ഫോറൻസിക് പരിശോധന തുടങ്ങിയ പദങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം എന്നീ പദങ്ങൾ പല സാഹചര്യങ്ങളിലും ഒരേ നടപടിക്രമത്തെ സൂചിപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടം എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥത്തിൽ മരണശേഷം എന്നാണ് അർത്ഥമാക്കുന്നത്. മരിച്ച ഒരാളെ നടത്തുന്ന ഏത് പരിശോധനയും പോസ്റ്റ്മോർട്ടം സൂചിപ്പിക്കുന്നു. മറുവശത്ത് മരണകാരണം, രീതി, സാഹചര്യങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്നതിനായി ഒരു മൃതദേഹത്തിൻ്റെ വിശദമായ വൈദ്യപരിശോധനയാണ് ഓട്ടോപ്സി. ഒരു വ്യക്തി മരിച്ചത് എന്തുകൊണ്ട്, എങ്ങനെ, സ്വാഭാവിക രോഗം, അപകടം, ആത്മഹത്യ, നരഹത്യ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ എന്നിവ മൂലമാണോ എന്നതിനെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് ഓട്ടോപ്സിയുടെ പ്രാഥമിക ലക്ഷ്യം. ബയോപ്സി, ഓട്ടോപ്സി എന്നിവ തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് പൊതുജനങ്ങൾക്കിടയിലെ ഏറ്റവും സാധാരണമായ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. വാക്കുകൾ സമാനമാണെന്ന് തോന്നുമെങ്കിലും അവ അടിസ്ഥാനപരമായി വ്യത്യസ്ത നടപടിക്രമങ്ങളാണ്. ജീവനുള്ള ഒരു വ്യക്തിയിൽ ബയോപ്സി നടത്തുകയും ലാബറട്ടറി പരിശോധനയ്ക്കായി ശരീരത്തിൽ നിന്നും ടിഷ്യൂ, കോശങ്ങൾ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ ഒരു ചെറിയ സാമ്പിൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ക്യാൻസർ, അണുബാധകൾ, മറ്റ് മെഡിക്കൽ വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഡോക്ടർമാർ സാധാരണയായി ബയോപ്സികൾ ഉപയോഗിക്കുന്നു. രോഗി ജീവിച്ചിരിക്കുമ്പോൾ രോഗനിർണയവും ചികിത്സ ആസൂത്രണവുമാണ് ബയോപ്സിയുടെ ലക്ഷ്യം. ഇതിന് വിപരീതമായി മരണശേഷം മാത്രമേ ഓട്ടോപ്സി നടത്തുകയുള്ളൂ. മരണത്തിൻ്റെ കാരണവും രീതിയും നിർണ്ണയിക്കാൻ ശരീരത്തിൻ്റെ സമഗ്രമായ പരിശോധന ഉൾപ്പെടുത്തുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ബയോപ്സി ജീവിച്ചിരിക്കുന്ന ഒരു രോഗിയുടെ രോഗം മനസ്സിലാക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടം ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്താണെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർമാരെയും അന്വേഷകരെയും സഹായിക്കുന്നു. വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ബയോപ്സികളും പോസ്റ്റ്മോർട്ടങ്ങളും ചില സമാനതകൾ പങ്കിടുന്നു. രണ്ട് നടപടിക്രമങ്ങളിലും ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടുന്നു. ഇവ രണ്ടും പത്തോളജിയെയും ലാബറട്ടറി വിശകലനത്തെയും ആശ്രയിക്കുന്നു. ഇവ രണ്ടും മെഡിക്കൽ അറിവ് വികസിപ്പിക്കുന്ന വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. രണ്ട് സാഹചര്യങ്ങളിലും രോഗപ്രക്രിയകൾ, അസാധാരണതകൾ, പരിക്കുകൾ അല്ലെങ്കിൽ മറ്റു സുപ്രധാന കണ്ടെത്തലുകൾ എന്നിവ തിരിച്ചറിയാൻ വിദഗ്ധർ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ ടിഷ്യൂ പരിശോധിക്കുന്നു. അതിനാൽ രണ്ടും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അവശ്യ ഉപകരണങ്ങളാണ്. പോസ്റ്റ്മോർട്ടം കൊലപാതക കേസുകളിൽ മാത്രമാണെന്ന് പലരും അനുമാനിക്കുന്നു. മറ്റുള്ളവർ ബയോപ്സികളും പോസ്റ്റ്മോർട്ടങ്ങളും ഒരേ നടപടിക്രമമാണെന്ന്
തെറ്റായി വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഈ പരിശോധനകൾ സത്യം വെളിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രീയ രീതികളാണ്. ആ സത്യം ഒരു രോഗിയുടെ രോഗത്തെക്കുറിച്ചോ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ളതോ സാഹചര്യങ്ങളെക്കുറിച്ചോ ആകട്ടെ. പോസ്റ്റ്മോർട്ടം, ആട്ടോപ്സി, ബയോപ്സികൾ, ഫോറൻസിക് അന്വേഷണങ്ങൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങളും സമാനതകളും മനസ്സിലാക്കുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണം, നീതി, പൊതുസുരക്ഷ, മെഡിക്കൽ സയൻസിൻ്റെ പുരോഗതി എന്നിവയിൽ അവ വഹിക്കുന്ന നിർണായക പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നടപടിക്രമങ്ങൾ കേവലം സാങ്കേതിക പ്രക്രിയകൾ മാത്രമല്ല, അവ ഉത്തരങ്ങൾ നൽകുന്നതും കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതും കോടതികളെ സഹായിക്കുന്നതിനും കൂടുതൽ അറിവുള്ളതും ആരോഗ്യകരവുമായ ഒരു സമൂഹത്തിന് സംഭാവന നൽകുന്നതുമായ ഉപകരണങ്ങളാണ്. ജുഡീഷ്യറി, പ്രത്യേകിച്ച് സുപ്രീം കോടതി, ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ പ്രാധാന്യം നിരന്തരം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകളെ ആശ്രയിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും വിശ്വസനീയമല്ലാത്തതോ കൃത്രിമമായി ചിത്രീകരിച്ചതോ ആയ സാക്ഷ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ഫോറൻസിക് റിപ്പോർട്ടുകളിലെ കാലതാമസം, ശരിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, തെളിവുകൾ അനുചിതമായി കൈകാര്യം ചെയ്യൽ തുടങ്ങിയ പോരായ്മകളും കോടതി ചൂണ്ടിക്കാണിക്കുകയും ഈ മേഖലകളിൽ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത പോലുള്ള ആധുനിക ക്രിമിനൽ നിയമ ചട്ടക്കൂടുകൾ അവതരിപ്പിച്ചതോടെ ശാസ്ത്രീയ രീതികൾ അന്വേഷണവുമായി സംയോജിപ്പിക്കാനുള്ള വ്യക്തമായ മുന്നേറ്റമുണ്ട്. അന്വേഷകർ പരമ്പരാഗത രീതികളെ മാത്രം ആശ്രയിക്കുകയല്ല, മറിച്ച് അവരുടെ കേസുകൾ ശക്തിപ്പെടുത്തുന്നതിന് ഫോറൻസിക് സാങ്കേതിക ഉപകരണങ്ങൾ സജീവമായി ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. കേവലം അനുമാനങ്ങളെക്കാൾ ശാസ്ത്രീയ തെളിവുകളിലൂടെ നിഗമനങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നീതിന്യായ സംവിധാനത്തിലേക്കുള്ള വിശാലമായ മാറ്റത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അഭിസംബോധന ചെയ്യാം. ഒരു സന്ദേശമോ ഫയലോ ഇല്ലാതാക്കുന്നത് അത് പൂർണ്ണമായും മായ്ച്ചു കളയുമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഡിജിറ്റൽ ഡാറ്റ പലപ്പോഴും വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സന്ദേശമോ വീഡിയോയോ ഫോർവേഡ് ചെയ്യുന്നത് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലെന്നും ആളുകൾ അനുമാനിക്കുന്നു. എന്നാൽ ഉള്ളടക്കം നിയമവിരുദ്ധമാണെങ്കിൽ അത് ഫോർവേഡ് ചെയ്യുന്നത് പോലും കുറ്റകൃത്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കോ വിദഗ്ധർക്കോ മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന വിശ്വാസമുണ്ട്. വാസ്തവത്തിൽ അടിസ്ഥാന അവബോധം സാധാരണ പൗരന്മാരെ തെറ്റുകൾ ഒഴിവാക്കാനും തെളിവുകൾ സംരക്ഷിക്കാനും നിയമപരമായി സ്വയം സംരക്ഷിക്കാനും സഹായിക്കും. തിരുത്തപ്പെടേണ്ട നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ദൃക്സാക്ഷിയില്ലാത്തൊരു കേസ് വിജയിക്കില്ല എന്നതാണ് പൊതുവായ ഒരു വിശ്വാസം. ഇത് ശരിയല്ല. പല കേസുകളിലും പൂർണ്ണമായും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി തെളിയിക്കപ്പെടുന്നു. ഡിജിറ്റൽ തെളിവുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. കൃത്രിമത്വം സാധ്യമാണെങ്കിലും ഫോറൻസിക് സാങ്കേതിക വിദ്യകൾക്ക് പലപ്പോഴും അത്തരം കൃത്രിമത്വം കണ്ടെത്താൻ കഴിയും. അന്വേഷണങ്ങൾ എല്ലായ്പ്പോഴും മികച്ച രീതിയിൽ നടക്കുന്നുവെന്ന് അനുമാനിക്കാനുള്ള പ്രവണതയുമുണ്ട്. വാസ്തവത്തിൽ പിശകുകൾ സംഭവിക്കുകയും ചെയ്യാം. അതിനാലാണ് നിയമപരമായ പരിശോധനയും അറിവോടെയുള്ള വാദവും അനിവാര്യമാകുന്നത്. വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ ഫോറൻസിക് ശാസ്ത്രം കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കനത്ത ജോലിഭാരവും പരിമിതമായ വിഭവങ്ങളും കാരണം ഫോറൻസിക് റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിൽ കാലതാമസമുണ്ട്. പല പ്രദേശങ്ങളിലും പരിശീലനം ലഭിച്ച ഫോറൻസിക് വിദഗ്ധരുടെ കുറവുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ എപ്പോഴും മതിയാകണമെന്നില്ല. പ്രത്യേകിച്ച് ചെറിയ പ്രദേശങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പ്രാരംഭഘട്ടത്തിൽ തെളിവുകൾ അനുചിതമായി കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ കേസിനെയും ദുർബലമാക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ വ്യവസ്ഥാപിതമായ പുരോഗതിയും അവബോധവും വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വെല്ലുവിളികൾ എടുത്തു കാണിക്കുന്നു. അതേസമയം പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയേണ്ടതും പ്രധാനമാണ്. പരിശീലനം, ഫോറൻസിക് ലാബറട്ടറികളുടെ ആധുനികവൽക്കരണം, അന്വേഷണ പ്രക്രിയകളുമായി സാങ്കേതിക വിദ്യയുടെ സംയോജനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അവബോധം വ്യാപിപ്പിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഗുണനിലവാരവും പൊതുസഹകരണത്തിൻ്റെ നിലവാരവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഫോറൻസിക്, സൈബർ ഫോറൻസിക് ശാസ്ത്രം അമൂർത്തമോ വിദൂരമായോ ആയ ആശയങ്ങളല്ല. സമൂഹത്തിൽ നീതിയെ നേരിട്ട് സ്വാധീനിക്കുന്ന
പ്രായോഗികവും ശക്തവുമായ ഉപകരണങ്ങളാണ് അവ. വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ മാർഗങ്ങളിലൂടെ സത്യം കണ്ടെത്തുമെന്ന് അവ ഉറപ്പാക്കുന്നു. നിരപരാധികളെ സംരക്ഷിക്കുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത് വിവരദായകം മാത്രമല്ല, ശാക്തീകരണവുമാണ്. കാരണം ഇന്നത്തെ ലോകത്തെ ഭൗതികമോ ഡിജിറ്റലോ ആയ എല്ലാ പ്രവർത്തനങ്ങളും തെളിവായി മാറാൻ കഴിയും. ഈ വസ്തുതയെക്കുറിച്ചുള്ള അവബോധം ഉത്തരവാദിത്തമുള്ളതും നിയമാനുസൃതവുമായ പെരുമാറ്റത്തിലേക്കുള്ള ആദ്യപടിയാണ്. ഫോറൻസിക് അന്വേഷണത്തിൻ്റെ തത്വങ്ങൾ പരമ്പരാഗത ക്രിമിനൽ അന്വേഷണങ്ങൾക്കും അപ്പുറത്തേക്കും ധനകാര്യം, ബിസിനസ്, കോർപ്പറേറ്റ് ഭരണം എന്നിവയിലേക്കും വ്യാപിക്കുന്നു. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിവേഗം വളർന്നു വരുന്നതുമായ മേഖലകളിലൊന്നാണ് ഫോറൻസിക് ഓഡിറ്റിംഗ്. വഞ്ചന, സാമ്പത്തിക ദുരുപയോഗം, തട്ടിപ്പ്, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, സ്വത്ത് ദുരുപയോഗം, മറ്റു തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക രേഖകൾ, ഇടപാടുകൾ, ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഫോറൻസിക് ഓഡിറ്റിംഗ്. ക്രമക്കേടുകൾ തിരിച്ചറിയുന്നതിനും നിയമ നടപടികൾ ഉപയോഗിക്കാൻ കഴിയുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനും അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്, അന്വേഷണം, നിയമം എന്നിവയുടെ വൈദഗ്ധ്യം ഇത് സംയോജിപ്പിക്കുന്നു. സാമ്പത്തിക പ്രസ്താവനകൾ ഒരു ഓർഗനൈസേഷൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരമ്പരാഗത ഓഡിറ്റിങ്ങിൽ നിന്നും വ്യത്യസ്തമായി, തെറ്റ് ചെയ്തതായി സംശയിക്കുമ്പോഴും അസാധാരണ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ ഒരു ഓർഗനൈസേഷൻ ശ്രമിക്കുമ്പോഴോ ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തുന്നു. അക്കൗണ്ടുകൾ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഒരു സാധാരണ ഓഡിറ്റർക്ക് പരിശോധിക്കാം. എന്നാൽ ഒരു ഫോറൻസിക് ഓഡിറ്റർ ഇനി പറയുന്നത് പോലുള്ള നിർണായക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നു. ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചത്? എങ്ങനെയാണ് അത് മറച്ചു വെച്ചത്? അത് തെളിയിക്കാൻ എന്ത് തെളിവാണ് ഉള്ളത്? ഈ ചോദ്യങ്ങൾ ഓഡിറ്റ് പ്രക്രിയയെ പതിവ് സാമ്പത്തിക പരിശോധനയിൽ നിന്നും സത്യം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള വിശദമായ അന്വേഷണ പ്രക്രിയയായി മാറുന്നു. ഒരു ഫോറൻസിക് ഓഡിറ്ററുടെ ജോലി പലപ്പോഴും ഒരു ഡിറ്റക്റ്റീവിൻ്റെ ജോലിയോടുകൂടെ സാമ്യമുള്ളതാണ്. ഓരോ സാമ്പത്തിക ഇടപാടും ഒരു പാത പിന്തുടരുന്നു. ഫോറൻസിക് ഓഡിറ്റർമാർ സംഭവങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും സംശയാസ്പദമായ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും ഈ പാതകൾ സൂക്ഷ്മമായി പിന്തുടരുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇൻവോയ്സുകൾ, കരാറുകൾ, പേറോൾ രേഖകൾ, നികുതി ഫയലിങ്ങുകൾ, ഇമെയിലുകൾ, ഡിജിറ്റൽ ആശയവിനിമയങ്ങൾ, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ രേഖകൾ, ഇടപാട് ചരിത്രങ്ങൾ എന്നിവ അവർ പരിശോധിക്കുന്നു. അവർ രേഖകൾ താരതമ്യം ചെയ്യുകയും പൊരുത്തക്കേടുകൾ വിശകലനം ചെയ്യുകയും പിന്തുണയ്ക്കുന്ന തെളിവുകൾ പരിശോധിക്കുകയും വഞ്ചനാപരമായ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന അപാകതകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. നിസ്സാരമായി തോന്നുന്ന പൊരുത്തക്കേടുകൾക്ക് പോലും വിലപ്പെട്ട സൂചനകൾ നൽകാൻ കഴിയും. ഫോറൻസിക് ഓഡിറ്ററുടെ റിപ്പോർട്ട് പലപ്പോഴും വ്യവഹാരത്തിലെ നിർണായക തെളിവായി മാറുന്നു. ഇത് സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകൾ മനസ്സിലാക്കാനും വഞ്ചനയോ ദുരാചാരമോ നടന്നിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാനും കോടതികളെ സഹായിക്കുന്നു. പല കേസുകളിലും വിദഗ്ധ സാക്ഷികളായി പ്രവർത്തിക്കാൻ ഫോറൻസിക് ഓഡിറ്റർമാരെയും വിളിക്കുന്നു. അവിടെ അവർ ജഡ്ജിമാർ, അഭിഭാഷകർ, ട്രൈബ്യൂണലുകൾ, അന്വേഷണ ഏജൻസികൾ എന്നിവയ്ക്ക് മുന്നിൽ സാമ്പത്തിക തെളിവുകൾ മനസ്സിലാക്കാവുന്നതുമായ രീതിയിൽ വിശദീകരിക്കുന്നു. പൊതു സ്വകാര്യ മേഖലകളിൽ ഫോറൻസിക് ഓഡിറ്റിംഗ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ജീവനക്കാരുടെ വഞ്ചന, സാമ്പത്തിക പ്രസ്താവനയിൽ കൃത്രിമത്വം, സംഭരണ ക്രമക്കേടുകൾ, ആന്തരിക ദുരാചാരം, അഴിമതി എന്നിവ അന്വേഷിക്കാൻ കോർപ്പറേഷനുകൾ ഫോറൻസിക് ഓഡിറ്റുകൾ ഉപയോഗിക്കുന്നു. വഞ്ചനാപരമായ വായ്പകൾ, അനധികൃത ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതികൾ എന്നിവ കണ്ടെത്തുന്നതിന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഫോറൻസിക് ഓഡിറ്റർമാരെ ആശ്രയിക്കുന്നു. പൊതു ഫണ്ടുകളുടെ ദുരുപയോഗം, നികുതി വെട്ടിപ്പ്, സംഭരണ തട്ടിപ്പ്, പൊതുവിഭവങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ അന്വേഷിക്കാൻ സർക്കാർ ഏജൻസികൾ ഫോറൻസിക് ഓഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. സംശയാസ്പദമായ ക്ലെയിമുകൾ പരിശോധിക്കുന്നതിനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ ഫോറൻസിക് ഓഡിറ്റർമാരെ ഉപയോഗിക്കുന്നു. ഈ ഓരോ സാഹചര്യത്തിലും ഫോറൻസിക് ഓഡിറ്റിംഗ് തെറ്റ് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗമായി മാത്രമല്ല,
ഭാവിയിലെ മോശം പെരുമാറ്റത്തിനെതിരായ ശക്തമായ പ്രതിരോധമായും പ്രവർത്തിക്കുന്നു. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ഫോറൻസിക് ഓഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം ഗണ്യമായി വർദ്ധിച്ചു. ബിസിനസ്സുകൾ കൂടുതലായി ഇലക്ട്രോണിക് ഇടപാടുകളെയും ഡിജിറ്റൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനെയും ആശ്രയിക്കുന്നതിനാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൂടുതൽ സങ്കീർണവും കണ്ടെത്താൻ പ്രയാസകരവുമാണ്. സൈബർ തട്ടിപ്പ്, ഐഡൻറ്റിറ്റി മോഷണം, ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ, ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ് കൃത്രിമത്വം, സങ്കീർണമായ അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖലകൾ എന്നിവ അന്വേഷകർക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. അതിനാൽ ആധുനിക ഫോറൻസിക് ഓഡിറ്റർമാരെ പരമ്പരാഗത അക്കൗണ്ടിംഗ് വൈദഗ്ധ്യത്തെ സാങ്കേതിക വൈദഗ്ധ്യമായി സംയോജിപ്പിക്കുകയും ഡാറ്റ അനലിറ്റിക്സ്, ഡിജിറ്റൽ ഫോറൻസിക് ഉപകരണങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നൂതന അന്വേഷണ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് മറഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ തിരിച്ചറിയുകയും പരമ്പരാഗത ഓഡിറ്റിംഗ് രീതികളിലൂടെ ദൃശ്യമാക്കാത്ത തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അതിന് പിന്നിലെ സത്യം വെളിപ്പെടുത്തുന്നതിനും സമർപ്പിച്ചിരിക്കുന്ന ഒരു അച്ചടക്കമാണിത്. സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുന്നതിലൂടെയും വഞ്ചന തിരിച്ചറിയുന്നതിലൂടെയും തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെയും നിയമപരമായ ഉത്തരവാദിത്തത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഫോറൻസിക് ഓഡിറ്റർമാർ ബിസിനസ്സുകൾ, നിക്ഷേപകർ, സർക്കാരുകൾ, സമൂഹം എന്നിവയെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക ഡിറ്റക്റ്റീവുകളായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് സങ്കീർണതയിലും അളവിലും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സുതാര്യത, ഉത്തരവാദിത്യം, നിയമവാഴ്ച എന്നിവ ഉറപ്പാക്കുന്നതിന് ഫോറൻസിക് ഓഡിറ്റിംഗ് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമായി തുടരുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഫോറൻസിക് തത്വങ്ങൾ മനസ്സിലാക്കുകയും അനുചിതമായ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡി ശൃംഖല പരിശോധിക്കുകയും കേസിനെ പിന്തുണയ്ക്കാൻ ഫോറൻസിക് തെളിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും വേണം. അഡ്വക്കേറ്റ്സ് പ്രോസിക്യൂഷനെയോ പ്രതിരോധത്തെയോ പ്രതിനിധീകരിക്കുകയാണെങ്കിലും ഫോറൻസിക് തെളിവുകൾ വ്യാഖ്യാനിക്കാനും വെല്ലുവിളിക്കാനുമുള്ള കഴിവ് കാര്യമായ മാറ്റമുണ്ടാക്കും. പൊതുജനങ്ങൾക്കായി ലളിതവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ചില നിർദ്ദേശങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. സന്ദേശങ്ങളിലോ ഇമെയിലുകളിലോ പോലുള്ള ഏതെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുക. കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായി നിയമപ്രക്രിയയുമായി സഹകരിക്കുക. ഇന്നത്തെ ലോകത്ത് കുറ്റകൃത്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ശാസ്ത്രം കൂടുതൽ പുരോഗമിക്കുകയാണ്. ഫോറൻസിക്, സൈബർ ഫോറൻസിക് ശാസ്ത്രം എന്നിവ സത്യം വെളിപ്പെടുത്താൻ സഹായിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണ്. നീതി അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അവ ഉറപ്പാക്കുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രൊഫഷണലുകൾക്ക് മാത്രമുള്ളതല്ല, ഉത്തരവാദിത്തമുള്ള ഓരോ പൗരനും ഉള്ളതാണ്. കാരണം അവസാനം നീതി നിയമങ്ങളെ മാത്രമല്ല, തെളിവുകൾ നാം എത്ര നന്നായി മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലഭിച്ച സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.